ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് മൈദയോ ഗോതമ്പോ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിൽ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞൊന്ന് വേർതിരിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ വെള്ള എടുത്തിട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗളിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. മുട്ട നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഹൈ സ്പീഡിൽ വെച്ചിട്ടൊന്നും ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുറച്ച് കുറച്ചായിട്ടെല്ലാം മൊത്തത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ചങ്ങ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബൗളാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കേക്കിന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മുട്ടയുടെ വെള്ള നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സമയത്താണ് നേരത്തെ വേർതിരിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുട്ടയുടെ മഞ്ഞ, അത് നമുക്ക് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മറന്നു പോയ കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ചേർക്കുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അതിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ ചേർക്കേണ്ടതായിരുന്നു, മറന്നു പോയതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗീയോ ബട്ടറോ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറ് ഓയിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അത് വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. ഓയിൽ ചേർത്താൽ പിന്നെ ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാടൊന്നും കൂടാൻ പാടില്ല. ഇനി ഇതൊരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടി ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആദ്യം ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ച് അതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇതേപോലെ തന്നെ അങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത കുറച്ച് ഭാഗവും ചേർത്ത് കൊടുക്കുക. കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഇത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് എടുത്തിട്ടുള്ള അരിപ്പൊടി പാക്കറ്റ് പൊടിയാണ്. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ, പത്തിരിയുടെ പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കില്ലേ, ആ പൊടി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ പോർഷന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ പാലൊഴിച്ച് കൊടുക്കരുത്, ലാസ്റ്റ് പൊടി തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് മിക്സിങ്ങിൻ്റെ തൊട്ട് മുന്നേ തന്നെ, അതായത് 10 മിനിറ്റ് മുന്നേ നമ്മൾ കുക്കറിലാണോ അതോ കടായിലാണോ വെക്കണമെങ്കിൽ അതൊന്ന്
പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ട് വേണം പ്രീ ഹീറ്റ് ചെയ്യാൻ. അപ്പോൾ അതാ ഞാൻ ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സൈഡിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ഈ മിക്സിങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇനി നമുക്കിത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ഞാൻ വേറെ ഒന്നിനും എടുക്കാറില്ല കേട്ടോ, കുക്കിങ്ങിനൊന്നും എടുക്കാറില്ല, ഈ ബേക്കിങ്ങിന് മാത്രമാണ് എടുക്കാറ്. അതാണ് ഇതിങ്ങനെ കളറായിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 50 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 40 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കിയിട്ട് നോക്കി നോക്കാം. ഇപ്പോൾ ഇത് ഇവിടെ ആയി വന്നിട്ടുണ്ട്. 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഒരിക്കലും ഇത് മനസ്സിലാവില്ല മൈദയാണോ അരിപ്പൊടിയാണോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക.